വീണ്ടും കഥയിലേക്ക്. വസന്ത ശോഭയാർന്ന പൂന്തോട്ടത്തിലൂടെ സുന്ദരമായ തെളിനീരു അരുവിയും ഒഴുകിയിരുന്നു. വൃതയുടെ വാക്കുകളിൽ മയങ്ങിയ രാജകുമാരി രാജകുമാരന്റെ നിർദ്ദേശം മറന്നു പൂന്തോപ്പിലേക്ക് ഇറങ്ങി. ഉദ്യാനത്തിലൂടെ നടന്നു രാജകുമാരിയോട് വൃത ഇങ്ങനെ പറഞ്ഞു: "എന്തൊരു ചൂടാണ്! ഈ അരുവിയിലൊന്ന് മുങ്ങിയാൽ നിനക്ക് അല്പം ആശ്വാസം ലഭിക്കും." ആദ്യം നിരസിച്ച രാജകുമാരി സ്നേഹപൂർണമായ നിർബന്ധത്തിന് വഴങ്ങി അവൾ വെള്ളത്തിലേക്കിറങ്ങി. രാജകുമാരി അരുവിയിൽ മുങ്ങേണ്ട താമസം വൃത വടികൊണ്ട് വെള്ളത്തിലടിച്ചു. എന്തോ മന്ത്രിച്ചു. "നീ ഒരു വെള്ളത്താറാവായി മാറി ഇനിയുള്ള കാലം ഈ അരുവിയിൽ കഴിഞ്ഞു കൂടട്ടെ" എന്നായിരുന്നു അവർ മന്ത്രിച്ചത്. അത്ഭുതം തന്നെ! രാജകുമാരി വെള്ളത്താറാവായി മാറി. ദുർമന്ത്രവാദിനിയായിരുന്ന വൃത പെട്ടെന്ന് രാജകുമാരിയുടെ രൂപം പൂണ്ട് അവളുടെ വസ്ത്രങ്ങൾ ധരിച്ച് കൊട്ടാരത്തിന്റെ മുകൾ നിലയിലെ രാജകുമാരിയുടെ മുറിയിലെത്തി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാജകുമാരൻ കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തി. രാജകുമാരിയായി വേഷം മാറിയ മന്ത്രവാദിനി രാജകുമാരനെ സ്വീകരിക്കാനെത്തി. വാസ്തവമൊന്നും അറിയാത്ത രാജകുമാരൻ കുമാരിയാണെന്ന് കരുതി അവളെ ചേർത്ത് നിർത്തി പുണർന്നു ചുംബിച്ചു.